ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടൊരു ചിക്കൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയുള്ള ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ഞാൻ ചേർക്കുന്നു. ഈ അരപ്പുണ്ടാക്കാനായിട്ട് ഞാനൊരു 4-5 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തരത്തിലുള്ള ജീരകങ്ങൾ ഓരോ സ്പൂണ്, പെരിഞ്ജീരകവും നല്ല ജീരകവും ഓരോ സ്പൂൺ, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല. ഇത്രയുമാണ്. അതിൻ്റെ കൂടെ 1 സ്പൂൺ ഉപ്പും. ഇത്രയുമാണ് ഇതിൽ ഉള്ളത്. ഇത്രയും ഇതിന് കൂടെ പുളിയുടെ ആവശ്യത്തിനായിട്ട് ഞാൻ വിനാഗിരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങയുടെ നീര് 1 സ്പൂൺ ഉപയോഗിക്കാം. ഇവിടെ ഞാനൊരു 1/2 സ്പൂണോളം വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ചിക്കനിലേക്ക് ചേർത്ത് പിടിപ്പിച്ചു. ചിക്കൻ തൊലിയോടുകൂടിയുള്ള ചിക്കനാണ്. ഇതിൽ വരയ്ക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിൽ മസാല പിടിക്കാനായിട്ട് എന്തായാലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാറായി കഴിഞ്ഞാൽ വരും. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയാണ്. ഒരു ചട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഇട്ടിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി. നെയ്യിന് പകരം ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ അതിലേക്ക് ചിക്കൻ പീസുകൾ അതിനകത്ത് ഇട്ടിട്ട് തൊലിയുണ്ട്. തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസുകളാണ്. ഇവിടെ കുറച്ച് അരപ്പ് ബാക്കിയുണ്ട്. അതവിടെ തന്നെ വെച്ചു. ചിക്കൻ ആദ്യത്തെ ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഫ്ലെയിം മീഡിയം ടു ഹൈ ആയിട്ട് വെക്കുക. ചിക്കൻ ഒന്ന് പൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് അപ്പോൾ ചിക്കൻ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അത് കോരി മാറ്റുന്നു. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒരു മാറ്റി. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞ്, ചെറിയ സവോള, അധികം വലിപ്പമൊന്നുമില്ലാത്ത ചെറിയ സവോള, വേണ്ടിയിരുന്നിക്കാളും ഇതായിട്ട് ആ എണ്ണയിലേക്ക് തന്നെയാണ്. അത് നന്നായി വഴറ്റി വരണം. അത് കളറൊക്കെ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരണം. അത് വരുത്താനായിട്ട് നമ്മൾ അതിലേക്ക് ഒരു 3/4 സ്പൂൺ ഉപ്പ്, നമ്മൾ 1 സ്പൂൺ ഓൾറെഡി ആ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ 3/4 സ്പൂണോളം ഉപ്പ്. പെട്ടെന്ന് സവോള വേവാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇവിടെ ഒന്ന് നിറം മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി അല്ലി, 1 കഷ്ണം ഇഞ്ചി, 1 തണ്ട് വേപ്പില, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും നമ്മൾ നേരത്തെ ചേർക്കുന്നില്ല. പകരം
ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. അതിൽ വേപ്പില കൂടി നമ്മളിട്ടു ഒന്നെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളി വെന്ത് ഉടയൊന്നുമല്ല, ഒന്ന് പുറംഭാഗം ഒന്ന് ചൂടായാൽ മതി. നമ്മളൊരു ഭംഗിക്കായിട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലെടുത്താൽ മതി. ഇതിൽ വേണമെങ്കിൽ പച്ചമുളക് ഇടാം, പക്ഷേ നമ്മുടെ ചിക്കനിൽ ഉള്ള പച്ചമുളകും ഇതൊക്കെയായിട്ട് ചിക്കൻ നല്ല എരിവുണ്ട്. അപ്പം നമ്മൾ ഈ ഉപയോഗിക്കുന്ന ചാറിലും ഇത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ അതിനകത്തേക്ക് പച്ചമുളക് ഇടാത്തത്. വേണമെങ്കിൽ പച്ചമുളക് ഇടാം, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ക്യാപ്സിക്കവും ഇടാം. അതിലേക്ക് നേരത്തെ ചിക്കൻ ഈ പരട്ടി വെച്ച മസാല, ഇരട്ടാണ് വെജ് മസാല, കുറച്ച് മസാല ബാക്കിയുണ്ടായിരുന്നു. ആ മസാല ഇതിലേക്ക് ചേർക്കും. മസാല ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ആ മസാല ഒന്ന് മൂത്ത് വരണം. ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും, പ്രത്യേകിച്ച് ജീരകത്തിൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അതൊന്നും മാറാനായിട്ട് ഒന്ന് ഇളക്കുക. അതിലേക്ക് ഒരു സ്പൂണ് ചിക്കൻ മസാല, നിർബന്ധമുള്ള ഒരു കാര്യമല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ആ ചാറിന് ഒരു സ്വാദ് വരും. അതിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് മൂക്കാനായിട്ട് ഒന്നുകൂടി ഇളക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 1/4 ഭാഗം തേങ്ങ മഞ്ഞളും ഉപ്പും ഇട്ട് അരച്ചത് ഇതിനകത്തേക്ക് ചേർക്കും. ഭയങ്കര ഫൈനായിട്ടൊന്നും അരയ്ക്കണ്ട, ഒരു മീഡിയം ലെവലിൽ അരച്ചാൽ മതി. തേങ്ങ ചേർത്ത ശേഷം നേരത്തെ കൊടുക്കുന്ന നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് ഒരു ചാറ്, ചെറിയ കുഴമ്പ് രൂപത്തിലുള്ള ചാറ് നൽകിയിട്ട് ഈ ചാറ് ചപ്പാത്തി, ദോശ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഈ ചിക്കൻ ഫ്രൈ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയും കുറച്ചുകൂടി ടേസ്റ്റിയും. ഈ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ഇടവരുത്തരുത്. എടുക്കുക. നിങ്ങൾക്ക് ഈ ടൈമിൽ ഉപ്പ് നോക്കാം. ഇപ്പോൾ പറയുന്ന ഇതൊന്നും ചെയ്യാനില്ല.
വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇടാം. കുറച്ച് എണ്ണയുണ്ടാവും, അതുകൂടി ചേർത്തിടുക. നന്നായി നിൽക്കുക. ചിക്കൻ ഈ മസാല പുരണ്ടിരിക്കുന്നതാണ് വൃത്തിയും സ്വാദും ആ മസാല പുരണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ ചിക്കൻ നന്നായിട്ട് ആ മസാലയിലൊന്ന് പുരട്ടിടുക. സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന ഭാഗം. ഇതൊരു ചിക്കൻ ഫ്രൈ വിത്ത് റോസ്റ്റാണ്. അവസാനമായിട്ട് ഇതിലേക്ക് കറിവേപ്പില ഇടുക. മല്ലിയില ഇട്ടാലും മതി. ഞാൻ മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പിലയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. തീ ഓഫ് ചെയ്യുന്നു, അടച്ചു.